അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രവാചക കഥകളിലേക്ക് സ്വാഗതം. വിശുദ്ധ ഖുർആനിലും തിരുനബി വചനങ്ങളിലും പ്രതിപാദിച്ചിട്ടുള്ള ചില നബിമാരുടെ ജീവിത ചരിത്രത്തിലെ കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ചരിത്രമാകുമ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ കുറവുകളോ ഉണ്ടാകും. അത് കൂട്ടുകാർ ക്ഷമിക്കുമല്ലോ. ഇൻഷാ അല്ലാഹ്, ഇന്ന് ഞാൻ പറയുന്നത് സ്വാലിഹ് നബിയുടെ കഥയാണ്. ബിസ്മില്ലാഹ്. ദ പ്രോഫറ്റ് സ്വാലിഹ് അലൈഹിസ്സലാം. ആദ്യ സമുദായത്തിലെ ജനങ്ങൾക്ക് ഹൂദ് നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കൽപ്പനകളും താക്കീതുകളും അറിയിച്ചെങ്കിലും അവർ അത് അവഗണിച്ച് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് തുടർന്നു. ആദ്യ സമുദായത്തിന്റെ പാപപ്രവർത്തികൾ കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നഗരവും സത്യനിഷേധികളെയും മുഴുവനായും നശിപ്പിച്ചു. വർഷങ്ങൾക്ക് ശേഷം ആ സ്ഥാനത്ത് മറ്റൊരു സമുദായം വളർന്നു വന്നു. അതാണ് സമൂദ് ഗോത്രം. അവരും ആദ്യ സമുദായക്കാരെ പോലെ കഠിനാധ്വാനികളും കരകൗശല വിദഗ്ധരുമായിരുന്നു. അവർ മലമുകളിൽ മനോഹരമായ കെട്ടിടങ്ങളും വീടുകളും നിർമ്മിച്ചിരുന്നു. അവരുടെ ഭൂമി കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ ഫലപുഷ്ടമാക്കി അള്ളാഹു അവരെ അനുഗ്രഹിക്കുകയും ധാരാളം വിളകൾ നൽകുകയും ചെയ്തിരുന്നു. പക്ഷെ ജനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് മറക്കാൻ തുടങ്ങി. അവർ അവരുടെ സമ്പത്തിൽ അഹങ്കരിക്കാൻ തുടങ്ങി. അവരിൽ കുറേ ആളുകൾ അള്ളാഹുവിനെ ആരാധിക്കുന്നത് നിർത്തി. അതിനു പകരം അവർ വിഗ്രഹങ്ങളെ ആരാധിക്കുവാൻ തുടങ്ങി. ഇത് വർഷങ്ങളോളം തുടർന്നു. അവരുടെ പുതിയ തലമുറകളും പൂർവികരെ പോലെ വിഗ്രഹാരാധന തുടർന്നു. വിഗ്രഹാരാധന സമൂദ് ഗോത്രക്കാരുടെ ഹൃദയത്തിൽ വേരൂന്നിയിരുന്നു. ഈ കാലഘട്ടത്തിലാണ് സ്വാലിഹ് നബി അലൈഹിസ്സലാം ജീവിച്ചിരുന്നത്. അദ്ദേഹം വളരെ നല്ലവനും ജ്ഞാനിയുമായ ഒരു വ്യക്തിയായിരുന്നു. ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അദ്ദേഹത്തിന്റെ കഴിവിനെ ആദരിക്കുകയും ചെയ്തിരുന്നു. സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹുവിന്റെ ദൂതനായി തിരഞ്ഞെടുത്തു. അദ്ദേഹം സർവശക്തനായ അള്ളാഹുവിനെ അല്ലാതെ ആരെയും ഭയപ്പെടുന്നില്ല. ആരെയും ഭയപ്പെടാത്ത അദ്ദേഹം എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു. സ്വാലിഹ് നബി അലൈഹിസ്സലാം സമൂദ് ജനതയോട് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു അവരെ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ എപ്പോഴും ശ്രമിച്ചിരുന്നു. ഒരു ദിവസം സമൂദ് ജനത വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിനു വേണ്ടി മലമുകളിൽ ഒരു പാറയ്ക്ക് ചുറ്റും ഒന്നിച്ചു കൂടിയിരിക്കുകയായിരുന്നു. അവർ കുറെ സമയം ആ പാറയെ ആരാധിച്ചു. മുതിർന്നവർ ചെയ്യുന്നത് കണ്ട് കുട്ടികളും അതിനെ ആരാധിച്ചിരുന്നു. അവർ എല്ലാവരും ആ പാറയെ ആരാധിച്ചു. ആ ദിവസം അതുവഴി നടന്നു വന്ന പ്രവാചകൻ അവർ പാറയെ ആരാധിക്കുന്നത് കണ്ടു. ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വളരെ വിഷമം തോന്നി. അവരുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക. അവനല്ലാതെ മറ്റൊരു ദൈവമില്ല. അപ്പോൾ അവരിൽ ഒരാൾ ചോദിച്ചു, എന്തിനാണ് നീ ഞങ്ങളോട് അള്ളാഹുവിനെ ആരാധിക്കാൻ ആവശ്യപ്പെടുന്നത്? കാരണം നിങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹു ആണ്. പ്രവാചകൻ മറുപടി പറഞ്ഞു, അവൻ നിങ്ങൾക്ക് സൂര്യനും ചന്ദ്രനും പർവ്വതങ്ങളും കടലുകളും അങ്ങനെ നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ കാണുന്നതെല്ലാം അള്ളാഹു തന്നതാണ്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ദൈവം സത്യമാണെങ്കിൽ ഞങ്ങൾക്കൊരു അത്ഭുതം കാണിച്ചു തരിക. അത്ഭുതം കാണിച്ചാൽ ഞങ്ങൾ നിന്നെ വിശ്വസിക്കാം. ചുറ്റും കൂടിയ ജനങ്ങൾ അത് സമ്മതിച്ചു. അവരും അദ്ദേഹത്തോട് തെളിവ് ആവശ്യപ്പെട്ടു. അക്കൂട്ടത്തിൽ നിന്നും അവരുടെ തലവൻ മുന്നോട്ട് വന്നുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ആ പാറയിൽ നിന്നും ജീവനുള്ള ഒരു പെൺ ഒട്ടകത്തെ ഉണ്ടാക്കാൻ നിന്റെ ദൈവത്തിനോട് പറയുക. മറ്റൊരു തലവൻ മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു, മാത്രമല്ല ആ ഒട്ടകം ഗർഭിണിയുമായിരിക്കണം. ഇത് കേട്ട ജനങ്ങളെല്ലാം പൊട്ടിച്ചിരിച്ചു. അവർ കരുതിയത് പ്രവാചകൻ പരാജയപ്പെടുമെന്നായിരുന്നു. അവർക്കുറപ്പായിരുന്നു പ്രവാചകനെ അത്ഭുതം കാണിക്കാൻ കഴിയില്ല എന്ന്. സ്വാലിഹ് നബി അലൈഹിസ്സലാം കുറച്ചു സമയം ചിന്തിച്ച ശേഷം മറുപടി പറഞ്ഞു, അള്ളാഹു ഈ അത്ഭുതം കാണിച്ചാൽ ഏക ദൈവമായ അള്ളാഹുവിനെ നിങ്ങൾ വിശ്വസിക്കുമോ? ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണെന്നും നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, അവർ മറുപടി പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ അള്ളാഹുവിനോട് അവരുടെ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ പ്രാർത്ഥിച്ചു. പെട്ടെന്ന് തന്നെ അത്ഭുതം സംഭവിച്ചു. വലിയ പാറക്കല്ല് രണ്ടായി പിളർന്നു. അതിനിടയിൽ നിന്നും സുന്ദരിയായ ഒരൊട്ടകം പുറത്തേക്ക് വന്നു. അതെ, അത് വളരെ വലുതായിരുന്നു. ആളുകൾക്കത് അവരുടെ കണ്ണുകൾ കൊണ്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തങ്ങൾ കാണുന്നത് സ്വപ്നമാണെന്ന് കരുതി. ജനങ്ങൾ അതിനെ ശ്രദ്ധിച്ചപ്പോൾ അത് ഗർഭിണിയായിരുന്നു. അവർക്കപ്പോഴും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല.
കുട്ടികളും മുതിർന്നവരും തലവന്മാരും എല്ലാം ആ ഒട്ടകത്തെ അത്ഭുതത്തോടെ നോക്കി നിന്നു. അള്ളാഹു തന്റെ മഹത്വം കൊണ്ട് സൃഷ്ടിച്ച ആ ഒട്ടകത്തിന്റെ മുന്നിൽ പ്രവാചകൻ ബഹുമാനത്തോടെ സാഷ്ടാംഗം നമസ്കരിച്ചു. അത് കണ്ട ചിലരും സാഷ്ടാംഗം നമസ്കരിച്ചു. അവർ അള്ളാഹുവിന്റെ കഴിവിൽ വിശ്വസിച്ചു. പ്രവാചകൻ പറഞ്ഞത് സത്യമാണ്, അള്ളാഹുവാണ് യഥാർത്ഥ ദൈവം, അവർ പറഞ്ഞു. അപ്പോഴും വിശ്വാസികളുടെ എണ്ണം വളരെ കുറവായിരുന്നു. മറ്റുള്ളവർ ഇപ്പോഴും അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. അത് അള്ളാഹുവിന്റെ അത്ഭുതമാണെന്ന കാര്യം അവർ നിഷേധിച്ചു. അത് ജനങ്ങളെ അള്ളാഹുവിൽ വിശ്വസിപ്പിക്കുന്നതിനു വേണ്ടി പ്രവാചകൻ ചെയ്ത ഒരു മാജിക് മാത്രമായിട്ടാണ് അവരതിനെ കണ്ടത്. ആ ഒട്ടകം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടയാളമായി. 3 ദിവസത്തിനു ശേഷം ആ ഒട്ടകം മനോഹരമായ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. ആ കുഞ്ഞൊട്ടകം എപ്പോഴും തന്റെ മാതാവിനെ പിന്തുടർന്നുകൊണ്ടിരുന്നു. അത് എവിടെ പോയാലും ഒട്ടകത്തിന്റെ കുഞ്ഞും കൂടെ ഉണ്ടാവുമായിരുന്നു. അമ്മ അതിനെ എപ്പോഴും സംരക്ഷിച്ചിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ആ ഒട്ടക കുഞ്ഞ് സ്നേഹത്തിന്റെയും കരുണയുടെയും അടയാളമായി മാറി. അപ്പോൾ പ്രവാചകൻ തന്റെ ആളുകളോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക, അവനല്ലാതെ മറ്റൊരു ദൈവമില്ല. അതിനുള്ള വ്യക്തമായ തെളിവാണ് ഈ ഒട്ടകം. അതിനെ ഉപദ്രവിക്കരുത്, അതിനെ സ്വതന്ത്രമായി നടന്ന് തിന്നുവാൻ വിട്ടേക്കുക. നിങ്ങൾ അതിനെ ഉപദ്രവിച്ചാൽ അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കും. ദിവസങ്ങൾ കടന്നുപോയി. ഒട്ടകവും കുഞ്ഞും മേച്ചിൽ സ്ഥലങ്ങളിൽ മേഞ്ഞു നടന്നു. അത് താഴ്വാരങ്ങളിൽ നിന്നും ചെടികളും പുല്ലുകളും കഴിക്കുകയും കിണറിൽ നിന്ന് വെള്ളം കുടിക്കുകയും ചെയ്തു. പക്ഷേ സമൂദ് ഗോത്രക്കാർക്ക് എല്ലാവർക്കും കൂടി ഒരു കിണറാണ് ഉണ്ടായിരുന്നത്. സമൂദ് ജനത മുഴുവനും വെള്ളത്തിനു വേണ്ടി ഈ കിണറിനെയാണ് ആശ്രയിച്ചിരുന്നത്. ആ ഒട്ടകം വളരെ വലുതായിരുന്നത് കൊണ്ട് അത് ധാരാളം വെള്ളം കുടിച്ചിരുന്നു. ഒരു ദിവസം ആ കിണറിലുള്ള വെള്ളം മുഴുവനും ആ ഒട്ടകം കുടിച്ചു. അതുകൊണ്ട് കിണർ വറ്റിപ്പോയി. കാരണം ആ ഒട്ടകം അത്രയ്ക്കും വലുതായിരുന്നു. ഒട്ടകം വെള്ളം കുടിക്കുന്ന സമയത്ത് ആളുകൾക്ക് അതിന്റെ അടുത്തേക്ക് പോകാൻ ഭയമായിരുന്നു. ഇതിനെക്കുറിച്ച് അവർ പ്രവാചകനോട് പരാതി പറഞ്ഞു. അദ്ദേഹം അതിന് ഒരു പരിഹാരം കാണാമെന്ന് പറഞ്ഞു. ഒരു ദിവസം കുഞ്ഞൊട്ടകത്തിന് വിശന്നപ്പോൾ മാതാവ് അതിന് പാൽ നൽകി. അതിന്റെ പാലിന് നല്ല കട്ടിയുണ്ടായിരുന്നു. ഇത് കണ്ടുനിന്ന ആളുകളുടെ വായിൽ വെള്ളമൂറി. അവർ പെട്ടെന്ന് തന്നെ പ്രവാചകന്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, ഒട്ടകം ധാരാളം പാൽ ചുരത്തുന്നുണ്ട്. അത് മുഴുവനും അതിന്റെ കുട്ടി കുടിച്ചു തീർക്കില്ല. 100ഓളം കുടുംബങ്ങൾക്ക് അത് തികയും. അതുകൊണ്ട് അതിന്റെ പാൽ എടുക്കുന്നതിന് അനുവാദം തരണം. അദ്ദേഹം കുറച്ചുനേരം ആലോചിച്ചു. എന്നിട്ട് അവർക്ക് സമ്മതം നൽകി. ഒട്ടകം വെള്ളം കുടിക്കുന്ന സമയത്ത് ആളുകളോട് പാലെടുക്കുവാനും ഒട്ടകം കുഞ്ഞിനെ പാല് കൊടുക്കുന്ന സമയത്ത് കിണറിൽ നിന്ന് വെള്ളം എടുക്കാനും പ്രവാചകൻ ആവശ്യപ്പെട്ടു. ജനങ്ങൾ ആ നിബന്ധന അംഗീകരിച്ചു. അവർ അതുപോലെ ചെയ്തു. ഇത് ആർക്കും കുഴപ്പമില്ലാത്ത തീരുമാനമായിരുന്നു. ഒട്ടകം അവർക്ക് ധാരാളം പാൽ നൽകി. അത് സമൂദ് ജനതയ്ക്ക് മുഴുവനും തികയുന്ന അത്രയും ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ അവർ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞു. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവിശ്വാസികൾ ശബ്ദം ഉയർത്താൻ തുടങ്ങി. വിഗ്രഹാരാധനയിൽ നിന്നും ജനങ്ങളെ പിന്തിരിപ്പിച്ചതിൽ പ്രവാചകനോട് അവർക്ക് വെറുപ്പായിരുന്നു. പ്രവാചകനോടുള്ള അവരുടെ ദേഷ്യം ഒട്ടകത്തിന്റെ നേരെ തിരിഞ്ഞു. ചില ആളുകൾ പ്രവാചകന്റെ നേരെ തിരിഞ്ഞു. പ്രവാചകൻ നിലനിന്നാൽ അവരുടെ വിശ്വാസത്തിന് ഭീഷണിയാവുമെന്ന് ചിലർ കരുതി. ഒരിക്കൽ അവരെല്ലാവരും ഒത്തുകൂടി ആ ഒട്ടകത്തെ കൊല്ലാൻ തീരുമാനിച്ചു. അവർ അവരുടെ ഭാര്യമാരുടെ സഹായത്തോടെ 9 ശക്തന്മാരെയും കൂട്ടി ഒട്ടകത്തെയും കുഞ്ഞിനെയും കൊല്ലാൻ പദ്ധതിയിട്ടു. അടുത്ത ദിവസം തന്നെ അവർ ഒട്ടകത്തെ കൊല്ലാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി അവർ ഒട്ടകത്തെ നിരീക്ഷിക്കാൻ തുടങ്ങി. പതിവ് പോലെ ഒട്ടകവും അതിന്റെ കുഞ്ഞുമായി കിണറിനടുത്തേക്ക് വെള്ളം കുടിക്കുവാൻ വന്നു. അത് വെള്ളം കുടിക്കാൻ തുടങ്ങിയപ്പോൾ അവരിൽ ഒരാൾ അതിന്റെ കാലിന് നേരെ അമ്പെയ്തു. ഒട്ടകം വേദന കൊണ്ട് കരയാനും ഓടാനും തുടങ്ങി. പക്ഷേ അമ്പ് അതിന്റെ കാലിൽ തറച്ചതിനാൽ ആ പാവമൃഗത്തിന് ഓടാൻ കഴിഞ്ഞില്ല. അത് അവിടെ വീണു.
ആ ദുഷ്ടന്മാർ ഒട്ടകത്തിന്റെ അടുത്തേക്ക് ചെന്നു. അവരുടെ കയ്യിലുള്ള വാളെടുത്ത് അതിന്റെ മറ്റേ കാലിലും വെട്ടി. ആ പാവം ഒട്ടകം വേദന കൊണ്ട് കരഞ്ഞു. ആ ക്രൂരന്മാരായ മനുഷ്യർ ആ ഒട്ടകത്തെ വാളുകൊണ്ട് വീണ്ടും വീണ്ടും കുത്തിക്കീറി ആ ഒട്ടകത്തെ കൊന്നു. മരിച്ചു കിടക്കുന്ന ഒട്ടകത്തെ കണ്ടപ്പോൾ അവിശ്വാസികൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അള്ളാഹുവിന്റെ അനുഗ്രഹമായ ആ ഒട്ടകത്തിനെ കൊന്നതിൽ അവർ ആഘോഷിച്ചു. അവർ മദ്യവും പാട്ടും എല്ലാമായി ആഘോഷിക്കുകയും അള്ളാഹുവിനെ പരാജയപ്പെടുത്തിയതായി കരുതുകയും ചെയ്തു. മരിച്ചു കിടക്കുന്ന ഒട്ടകത്തെ കണ്ടപ്പോൾ പ്രവാചകന്റെ ഹൃദയം തകർന്നുപോയി. അദ്ദേഹം വളരെ വിഷമത്തോടെ അവരോട് പറഞ്ഞു, 3 ദിവസങ്ങൾ കൂടി നിങ്ങൾക്ക് സന്തോഷിക്കാം, കാരണം അള്ളാഹു നിങ്ങളുടെ മേൽ ശിക്ഷ അയക്കുന്നതാണ്. ആ ദുഷ്ടന്മാരിൽ ഒരാൾ പ്രവാചകനോട് പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു, എന്തിനാണ് 3 ദിവസമാക്കുന്നത്? ഇപ്പോൾ തന്നെ തന്നുകൂടെ? പ്രവാചകൻ ഒരിക്കൽ കൂടി അവരോട് അപേക്ഷിച്ചു, ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് നിർത്തൂ, നേരായ മാർഗത്തിലേക്ക് വരൂ, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടൂ. പക്ഷേ അവർ അത് ചെവിക്കൊണ്ടില്ല. അവർ അവരുടെ ആഘോഷം തുടർന്നു. അവർ സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ കൊല്ലാൻ പദ്ധതിയിട്ടു. പ്രവാചകനോടും അനുയായികളോടും അവിടം വിട്ടു പോകാൻ ആവശ്യപ്പെട്ടു. വളരെയധികം വിഷമത്തോടുകൂടി അവർ ആ പ്രദേശം വിട്ടു. എന്നാൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന ശിക്ഷയുടെ ദിവസം വന്നെത്തി. ഒട്ടകത്തെ കൊന്ന ദുഷ്ടന്മാർ മറ്റ് അവിശ്വാസികളും അവരുടെ വീടുകളിലിരുന്നു. അവരുടെ വീടുകൾ നിർമ്മിച്ചിരുന്നത് പാറകളും കല്ലുകളും കൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അത് അവരെ സംരക്ഷിക്കുമെന്ന് അവർ കരുതി. പെട്ടെന്ന് വലിയൊരു ഇടിമുഴക്കം അവർ കേട്ടു. കൂടെ വലിയ ഭൂമികുലുക്കവും. എല്ലാവരെയും കൊല്ലും വിധം ഭൂമി ഇളകി മറിഞ്ഞു. അവരുടെ വീടുകളോ സുരക്ഷിത സ്ഥാനങ്ങളോ അവരെ രക്ഷിച്ചില്ല. ഭൂമികുലുക്കം സമൂഹത്തിലെ സർവ്വ മനുഷ്യരെയും നശിപ്പിച്ചു. അവരുടെ ദൈവങ്ങൾക്ക് അവരെ രക്ഷിക്കാനായില്ല. പ്രവാചകനും അനുയായികളും സുരക്ഷിതരായിരുന്നു. കാരണം അതിനു മുൻപ് തന്നെ അവർ നഗരം വിട്ടുപോയിരുന്നു. പ്രവാചകൻ പല സ്ഥലങ്ങളിലായി വളരെ കാലം അദ്ദേഹത്തിന്റെ പ്രഭാഷണം തുടർന്നു. അള്ളാഹു അവർക്ക് നേരായ മാർഗം കാണിച്ചു കൊടുത്തിട്ടും അവിശ്വാസികൾ അത് അവഗണിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറെ ക്ഷമിക്കുന്നവനും കരുണാനിധിയുമാണ്. അസ്സലാമു അലൈക്കും.